ഹലോ. ആ വാപ്പുട്ടിയേക്കാ, എന്തൊക്കെ വർത്താനോ? വാട്സപ്പിലൊന്നും കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ. ഞാൻ ചെറിയ തിരക്കിലേന് സാധിക്കേ, ചെറുക്കം വന്നിക്കണേ. അപ്പൊ ഓനെ കൊണ്ട് ഒരു കല്യാണം ഉണ്ടാക്കേണ്ട ചുറ്റുപാടില്ലേന്. ഏതായാലും കാര്യങ്ങളൊക്കെ ശരിയായിക്കണം. മാഷാ അല്ലാ, എന്നാ ഉഷാറായി നടക്കട്ടെ. വാപ്പുട്ടിയേക്കാ, ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ സുരേഷിന്റെ പേരെ പൊളിഞ്ഞാടിയാ. ആടാ, ഞാനും അറിഞ്ഞപ്പോ എന്താ ചെയ്യാ. ഞാൻ ഈ ചെറുക്കന്റെ കല്യാണത്തിലേക്കിലേ അത് പറയാൻ വിട്ടുപോയതാ. ഇടിയറ്റിനെ പാമ്പ് പഠിച്ചു എന്ന് പറഞ്ഞ മാതിരി ഒരു പേരൊക്കെ ഇപ്പൊ ഉണ്ടായി കിട്ടാൻ ഉറുപ്പ്യത്തിരെ ചെലവില്ല. ഇവിടെ ഇപ്പൊ ചെറിയൊരു പിരിവൊക്കെ നടക്കണുണ്ട്. ഏതായാലും ഈ മഴ കൊണ്ട് കിട്ടിയ ഇടങ്ങേറ്. നിങ്ങൾ സമാധാനിച്ചിരിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ആയിക്കോട്ടെടാ, എന്തേലും കിട്ടിയ ഓന് വലിയൊരു ഉപകാരക്കാരൻ. ഏതായാലും പഴച്ചോൻ കാക്കട്ടെ നമ്മളൊക്കെ. ഈ മായ കൊണ്ട് എന്തെല്ലാം അബദ്ധം വരുന്നൊക്കെ. എന്നാ ശരി, എല്ലാരോടും വിവരമൊക്കെ പറയാം. അസ്സലാമു അലൈക്കും. അല്ല സാധികെ, ഈ ഫോൺ വാങ്ങി തോണ്ടിരുന്ന പോലെ എന്താ വിഷയം? വൈദേ, ഞാൻ ആരും വരാൻ ബാക്കിയില്ല. ഇല്ലടാ, അസ്ലമും കയ്യുമൊക്കെ ഡ്യൂട്ടിയിലെന്നാ പറഞ്ഞത്. വരാൻ സാധ്യതയില്ല. എന്നാ വിഷയത്തേക്ക് വരാം. ഞാൻ ഇന്ന് നാട്ടിലേക്ക് വിളിച്ചപ്പോഴാ വിവരം അറിഞ്ഞത് നമ്മളെ സുരേഷിന്റെ പേരെ പൊളിഞ്ഞാടിക്കണത്രേ. ഏത് സുരേഷ് സാധിക്കേ? നമ്മളിവിടെ പണിയെടുത്ത് വെക്കനാ. ഏതായാലും ഈ മഴ കൊണ്ടുള്ളൊരു ഇടങ്ങറില്ല വായില്. ഞാൻ ആ ചെക്കനോട് അന്നേ പറഞ്ഞാണ് കിടക്കിടക്കാൻ നിർത്തി പോണ്ടാന്ന്. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക അത് പറയും. ഞാൻ ഓനെ കുറ്റം പറയുന്നതാണ്. ഇപ്പൊ അവിടെ കമ്പനിയിൽ പറഞ്ഞാൽ പലർക്കും സ്വാധീനല്ലോര് ചിലപ്പം കഴിച്ചിലാവും. ഇപ്പം പണിയിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. ഓരോരുത്തർ തലവരെയാണ് വായില്ല. സുരേഷിന്റെ കാര്യമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റും. നാട്ടില് പ്രളയവും കൊറോണയും വരുമ്പോൾ നാട്ടുകാർക്ക് ജാതിയുമില്ല മതവുമില്ല. അതൊക്കെ ചില ആൾക്കാരെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണല്ല ആദ്യം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ കൂടി തീർത്തിട്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓണത്തിന് നബിദിനൊക്കെ നമ്മൾ എന്തെങ്കിലും അയച്ചു കൊടുക്കണില്ലേ? ഈ പ്രാവശ്യം നമുക്ക് സുരേഷിന് കൊടുക്കാം. അതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായത്തില് നല്ലൊരു തീരുമാനമാണ്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച പൈസ ഞാൻ കൊടുത്തോളാം. സാലറി കിട്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി തന്നാൽ മതി.